രൺവീർ സിംഗ് നമ്മുടെ പുഷ്പരാജനെ തകർത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് പുതിയൊരു കളക്ഷൻ റെക്കോർഡായിട്ട്. എന്തായാലും ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. അതിനു പക്ഷേ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂസ് ചാനൽ. നമ്മുടെ രൺവീർ സിംഗിന്റെ ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് നമ്മുടെ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദി പകർപ്പിൽ മാത്രമായിട്ടാണ് പടം തിയേറ്റർ റിലീസിന് വന്നത്. ഒരു പാൻ ഇന്ത്യൻ ഡബ് സിനിമ പോലും അല്ല, ഹിന്ദി പകർപ്പിൽ മാത്രമായിട്ടാണ് സിനിമ റിലീസിന് വന്നത്. എന്തായാലും പടത്തിന്റെ കേരളത്തിലെ ബോക്സ് ഓഫീസിനെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയ സ്ക്രീനിങ് മാത്രമാണ് കേരളത്തിലെ സിനിമ വന്നത്. ഈവൻ എൻ്റെ നാട്ടിൽ പോലും നിലമ്പൂരിൽ പോലും ഈ ഒരു പടം റിലീസിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എൻ്റെ ഫാരിലാൻഡിൽ പോലും ഈ ഒരു പടം പല ലിമിറ്റഡ് ആയ സ്ക്രീനിങ്ങിൽ മാത്രമായിട്ടാണ് കേരളത്തിൽ റിലീസിന് വന്നത്. എന്നിട്ട് പോലും സിനിമയ്ക്ക് കേരളത്തിൽ ഓൾമോസ്റ്റ് 32 ദിവസം കൊണ്ട് ടോട്ടൽ 7,34,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഈവൻ സിനിമയ്ക്ക് തിങ്കളാഴ്ച ദിവസം 32ാം ദിവസം ഓൾമോസ്റ്റ് സിംഗിൾ ഡേ ലഭിച്ചത് 10 ലക്ഷമാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുകയാണെങ്കിൽ. കാരണം വളരെ കുറഞ്ഞ ഒരു സ്ക്രീനിങ്ങിൽ തന്നെ സിനിമയ്ക്ക് ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് റിലീസിന് കൊണ്ടുവന്നവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇനി തമിഴ്നാട് പരിശോധിക്കാം നമുക്ക്. തമിഴ്നാട് ആണെങ്കിൽ പോലും സിനിമയുടെ ഹിന്ദി പകർപ്പാണ് ഓൾമോസ്റ്റ് 9,60,00,000 കരസ്ഥമാക്കിയിരിക്കുന്നത്. 9,60,00,000. ഇനി കർണാടക നോക്കുകയാണെങ്കിൽ 54,40,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് കർണാടകയിലാണെങ്കിൽ. തെലുങ്ക് സ്റ്റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 63,10,00,000 തെലുങ്കിലെ കളക്ഷൻ കാണാൻ സാധിക്കും സിനിമയ്ക്ക്. ഇനി സിനിമയുടെ നോർത്ത് ടെറിട്ടറിയാണ്. നോർത്ത് നിന്ന് മാത്രം സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സ് ആയിട്ട് 818 കോടിയാണ് സിനിമ നോർത്ത് ഭാഗത്ത് നിന്ന് മാത്രം കരസ്ഥമാക്കിയിരിക്കുന്നത്. രൺവീർ സിംഗിന്റെ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ. ഇവിടെയാണ് നമ്മുടെ പുഷ്പ ദ റൂൾ എന്ന സിനിമയുടെ ഹിന്ദി നെറ്റ് കളക്ഷൻ തകർത്തിരിക്കുന്നത്. നെറ്റ് കളക്ഷനായ നമ്മുടെ പുഷ്പ 2 ഓൾമോസ്റ്റ് 812 കോടിയാണ്. അവിടെ നമ്മൾ രൺവീർ സിംഗ് നോക്കുകയാണെങ്കിൽ അത് 32 ദിവസം കൊണ്ട് 818 കോടിയാണ് നെറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഹിന്ദി ബോക്സ് ഓഫീസും തകർത്തിരിക്കുന്നത് നമ്മുടെ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ 32 ദിവസം കൊണ്ട്. അങ്ങനെ ടോട്ടൽ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ 933 കോടിയാണ്. അല്ലെങ്കിൽ അപ്രോക്സ് ആയിട്ട് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 934 കോടിയാണ് നമ്മുടെ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് 32 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇത് GCCയിലോട്ട് പോകാം നമുക്ക്. GCCയിൽ നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും സിനിമ ഇതൊരു ആന്റി നാഷണൽ മൂവി ആയതുകൊണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനെ കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്നു, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടായതുകൊണ്ട് തന്നെ പടത്തിന് പല രാജ്യത്തിലും ബാനാണ്. ബഹ്റൈൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ, ബഹ്റൈൻ മാത്രമല്ല പല UAE നഗരങ്ങളിലും പടം ബാനായിരുന്നു. സിനിമയ്ക്ക് ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓവർസീസ് മാത്രം പടത്തിന് 284 കോടിയാണ് സിനിമേൻ്റെ ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ. ഓവർസീസ് കളക്ഷൻ മാത്രം സിനിമയ്ക്ക് 284 കോടിയാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് കഴിഞ്ഞ് 32 ദിവസം കൊണ്ട് 1216 കോടിയാണ്. റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 1217 കോടിയാണ് സിനിമേന് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ കഴിഞ്ഞ 32 ദിവസം കൊണ്ട്. സിനിമ എന്തായാലും വലിയൊരു ബോക്സ് ഓഫീസ് നമ്പേഴ്സിലോട്ട് പോകുന്നു ആരും എക്സ്പെക്ട് ചെയ്തില്ല. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ പോലും അല്ല, ഹിന്ദി പകർപ്പിൽ മാത്രമായിട്ടാണ് സിനിമ വേൾഡ് വൈഡ് റിലീസിന് വന്നത്. എന്നിട്ട് പോലും സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 1217 കോടിൻ്റെ അടുത്താണ് അപ്രോക്സ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഫൈനൽ കളക്ഷൻ എന്തായാലും ഈ ഒരാഴ്ച അവസാനം സിനിമയ്ക്ക് 1300 കോടി വരെ പോകാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇപ്പോഴും സിനിമയ്ക്ക് ഹെവി ഡിമാൻഡ് തന്നെയാണ്. പിന്നെ പടത്തിൻ്റെ ഒഫീഷ്യൽ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ്. അതുകൊണ്ട് തന്നെ 1 മാസം കഴിഞ്ഞാലും സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ടൈം ഉണ്ട് OTT റിലീസ് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് പാൻ ഇന്ത്യൻ ലെവലാണ് നെറ്റ്ഫ്ലിക്സ് സിനിമേൻ്റെ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജനുവരി മാസം 30-ാം തീയതിയാണ് കേൾക്കാൻ സാധിക്കും ലാസ്റ്റ് വീക്ക് പടത്തിൻ്റെ പാൻ ഇന്ത്യൻ ലെവലിൽ പല ഭാഷകളിൽ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കും നെറ്റ്ഫ്ലിക്സ്. എന്തായാലും ഒരുപാട് ടൈം എടുക്കട്ടെ, പടം നല്ലൊരു കളക്ഷൻ വാരി എടുക്കട്ടെ. എന്തായാലും ജിയോ സ്റ്റുഡിയോസിന് നല്ലപോലെ കൊയ്ത്ത് തന്നെയാണ് കളക്ഷൻ. എന്തായാലും കാത്തിരിക്കുന്ന ശേഖ ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വരും ദിവസങ്ങൾ. പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ശേഷം നമുക്ക് കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വരും ദിവസങ്ങളിൽ